പഠിച്ചെഴുതുന്നവർക്ക് ഒരു വിലയില്ല, തുണ്ട് വെച്ച് എഴുതുന്നവർക്ക് എന്തു ആവാന്നുള്ള രീതിയിലാണ്. ക്ലൈമാക്സിൽ തന്നെ ഞാൻ തുണ്ട് വെച്ച് എഴുതിയിട്ടില്ല. തുണ്ട് കാണാറുണ്ട്, പക്ഷെ വെച്ച് പരീക്ഷ എഴുതാറില്ല. പോലീസുകാർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്, അതിൽ ഒരു രസത്തിന് വേണ്ടി കോമഡിയാണ്, ഫണ്ണായിട്ടാണ് പോകുന്നത്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഭയങ്കര വൈബ് കൊടുക്കാനുള്ളതൊന്നുമില്ല, നല്ല അത്യാവശ്യം നോർമൽ പടം. കോമഡി അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല, മടുപ്പില്ലാതെ കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. ഫാമിലിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. കോമഡി അത്യാവശ്യം നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. എടുത്തു പറയാൻ വലിയ എന്താ പറയുക, നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി ബേസാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. സൂപ്പർ പടം, ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റും. അത്യാവശ്യം കോമഡിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബിജു മേനോൻ അത്യാവശ്യം അഭിനയിച്ചിട്ടുണ്ട്. ഷൈൻ്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. അത്യാവശ്യം കിടിലായിട്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത്യാവശ്യം നല്ല റോൾ തന്നെയുണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, രസമുണ്ട് കാണാൻ. ഫുൾ ഓവർ നല്ല ഒരു എൻ്റർടൈനർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. കോമഡിയാണ്, ഫണ്ണായിട്ടാണ് പോകുന്നത്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. കുഴപ്പമില്ല, കോമഡി കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ബിജുമാൻ്റെ സീൻ കൊള്ളാം, വേറെ ഓക്കെ, നല്ല പടം, കുഴപ്പമില്ല. അത്യാവശ്യം കോമഡിയുള്ള സിനിമ, അങ്ങനെ ഭയങ്കര വൈബ് കൊടുക്കാനുള്ളതൊന്നുമില്ല, നല്ല അത്യാവശ്യം നോർമൽ പടം, കുഴപ്പമില്ല. നല്ലതാ. ബിജു മേനോനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഓവറോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയത്. സംഭവം കുഴപ്പമില്ല. ഇപ്പോൾ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ പരീക്ഷയ്ക്ക് തുണ്ട് വയ്ക്കുന്നതാണ് മെയിൻ വിഷയം. അത് പോലീസുകാർ വയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, അതാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബിജു മേനോൻ കൊള്ളാം. ബിജു മേനോൻ ആകെ മൊത്തത്തിൽ ബിജു മേനോനാണ് സിനിമയെ കൊണ്ടുപോകുന്നത്, മെയിൻ ലീഡ് റോള്. പിന്നെ നമ്മുടെ ഗോകുലിന് നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട്. പുള്ളി കുറച്ച് നമുക്ക് കാണുമ്പം കുറച്ചൊരു ഇമോഷണൽ സീനായാലും അല്ലാതെയൊക്കെ പുള്ളി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ബൈജു ഉണ്ട്, റാഫി ഉണ്ട്, കോട്ടയം നസീറുണ്ട്. സിനിമ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോലീസുകാർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ്, അതിൽ ഒരു രസത്തിന് വേണ്ടി എക്സാമിൽ തുണ്ട് വയ്ക്കുന്ന കാര്യമൊക്കെ കാണിച്ചു. പിന്നെ തുണ്ട് വയ്ക്കുന്ന ആ ഒരു ടൈറ്റിൽ കാർഡ് ആയാലും ബിജു മേനോൻ എക്സാമിന് തുണ്ട് വയ്ക്കുന്ന ആ ഒരു സീനൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സിനിമ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ 2 മണിക്കൂറേ ഉള്ളൂ, നമുക്ക് വെറുതെ കണ്ടിരിക്കും. ഒരു ലൈറ്റ് ഹാർട്ടഡ് വണ്ണാണ്, ഭയങ്കര സംഭവമല്ല, എന്നാൽ തീർത്തും മോശമല്ല. അവിടെ ചില കുറവുകളുള്ളതായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് ഒരു ഓക്കെ വൺ, ഒരു ആവറേജ് വൺ എന്നൊരു ഫീലാണ്. കാരണം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒട്ടും പോരാ പടം. കാരണം ക്ലൈമാക്സ് ഒന്നും എനിക്ക് അത്യാവശ്യം മനസ്സിലായിട്ടില്ല. സ്ക്രിപ്റ്റ് വൈസ് നമ്മൾ ലോജിക്കൽ എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കാമെന്നുള്ളതല്ലാതെ ചിരിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, വെറൈറ്റി ഉണ്ട്. പക്ഷേ ചിരിയും അത്ര വലിയൊരു ചിരിയാണോ എന്ന് വെച്ചാൽ അല്ല, ഒരു ആവറേജ് പടം. ആ രീതിയിൽ എനിക്ക് കാണാൻ തോന്നുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തുണ്ട് തുടങ്ങിയ ഒരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ പോലും അത് തന്നെയാണ് പടം ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും അതിലും വലിയൊരു കോമഡി ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമ്മൾ കുറേ പിടിക്കപ്പെടുന്നില്ല എന്നുള്ള തുണ്ടുകളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ലോജിക്കലി നോക്കുകയാണെങ്കിൽ അതൊക്കെ ബൈ ചാൻസും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു പടം കണ്ടുകൊണ്ടിരിക്കാം, ഒരു ആവറേജ്. എനിക്ക് വലിയ തൃപ്തിയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ കുറച്ച് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് മാത്രമേ ഉള്ളൂ, വലിയ സംഭവമായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ ബിജു മേനോൻ്റെ ഒരു ഗ്യാപ്പിന് ശേഷം വരുന്ന സമയം ഇപ്പോൾ ഹ്യൂമർ ഒരുപാട് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ എക്സാം ആ തുണ്ട് വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു. അത്യാവശ്യം സ്കോഡ് വരുന്നതും ബാക്കി സംഭവങ്ങളൊക്കെ പടത്തിൽ നല്ല ഹൈലൈറ്റായിട്ട് കാണിക്കുക, നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ കയ്യിൽ നിന്ന് പോയ പോലെ ഫീലുണ്ട്. ഇറ്റ്സ് ഒരു ആവറേജ് മൂവിയാണ് സത്യം പറഞ്ഞത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് പടത്തിന് വരണ്ട, വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശാവാൻ സാധ്യതയുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് കുറേ പരാജയങ്ങൾ പടത്തിൻ്റെ അകത്തുണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ വേറെ ലെവലിൽ പോകേണ്ട കുറേ സാധനം. പക്ഷേ ഇടയ്ക്ക് കുറേ ചിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അത് രസമുണ്ട്, കുഴപ്പമില്ല. അഡ്ജസ്റ്റബിൾ ആണ് പടം. പക്ഷേ എന്നാലും മനസ്സിനൊരു തൃപ്തിയില്ല. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചാണ് ടിക്കറ്റ് എടുത്ത് പടത്തിന് വന്നത് തന്നെ. പക്ഷെ അതൊരു വലിയ സാറ്റിസ്ഫൈഡ് ആയെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് വന്നിട്ടില്ല. അതിന് കുഴപ്പമില്ല. ഇറ്റ്സ് ആൻ ആവറേജ് മൂവി. ഒരു ചെറിയൊരു സിനിമയാണ്, കണ്ടുകൊണ്ടിരിക്കാം, ജസ്റ്റ് ടൈം പോവും, അത്രയാണ്. പിന്നെ ഇതുവരെ ഒരു സിനിമയിൽ കാണാത്ത ഒരു കണ്ടൻറ്റൊക്കെയാണ് ഉള്ളത്. ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള ഒരു ടെസ്റ്റിൻ്റേതും പിന്നെ അതിൽ തുണ്ട് വയ്ക്കുന്നതും അങ്ങനെയൊക്കെയുള്ളൊരു കഥയാണ്. കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. ഫാമിലി ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. കോമഡി അത്ര വലിയ കോമഡി ഇല്ലെങ്കിലും കോമഡി ഉണ്ട്. സിനിമ ബേസിക്കലി ഒരു 2 മണിക്കൂർ സത്യം പറഞ്ഞാൽ ഒരു സിനിമ എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ട് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഇതിലെ ലോജിക്ക് എനിക്ക് ഇതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് വരാൻ പറ്റുന്നില്ല. കാരണം ഈ തുണ്ട് വെച്ച് പരീക്ഷ എഴുതി ഇപ്പോൾ
സിനിമയിലെ ടൈറ്റിൽ തന്നെ തുണ്ടെന്നാണ്. അപ്പോൾ തുടക്കത്തിൽ തുണ്ട്. അപ്പോൾ ഞാൻ എന്നാലും വിചാരിച്ച ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ തുണ്ടിനെ പ്രൊമോട്ട് ചെയ്താൽ പഠിച്ചെഴുതുന്നതിന് എന്തെങ്കിലും, ഇത് പഠിച്ചെഴുതുന്നവർക്ക് ഒരു വിലയില്ല, തുണ്ട് വെച്ച് എഴുതുന്നവർക്ക് എന്തും ആവാന്നുള്ള രീതിയിലാണ് ക്ലൈമാക്സിൽ തന്നെ ഈ സിനിമ നിർത്തുന്നത്. അപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം നമ്മളൊക്കെ ഇപ്പോഴും പഠിച്ച് എഴുതുന്നു കിട്ടുന്നില്ല, പഠിച്ച് വർഷങ്ങളായിട്ട് പഠിച്ചെഴുതിയിട്ട് PSC കിട്ടുന്നില്ല പലർക്കും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വീണ്ടും ഇത് തുണ്ട് വെച്ച് ഒരു എളുപ്പ വഴിയായിട്ട് ഒരാളെപ്പോലും, നിങ്ങൾ പഠിച്ചെഴുതണ ഒരാളെപ്പോലും ഈ സിനിമ കണ്ടിട്ട് എന്നാൽ പിന്നെ തുണ്ട് വെച്ച് എഴുതിയാലോ എന്നുള്ളൊരു ചിന്ത വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം അങ്ങനെ ഇത് ഒരുമാതിരി പ്രൊമോട്ട് ചെയ്ത പോലെ ആയിപ്പോയി. പിന്നെ വേറൊരു ആംഗിളിൽ നിന്ന് ഞാൻ ചിന്തിച്ച് ഇനി ഇത് ഇവർ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ട്രോൾ ചെയ്താണോ, അല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് മുകളിലോട്ടുള്ള പരീക്ഷ എഴുതാൻ അവർക്ക് ഇങ്ങനെയൊക്കെയാണോ എഴുതുന്നത്, ഇങ്ങനെ തുണ്ടൊക്കെ വെച്ച്. കാരണം ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ബുക്കൊക്കെ വെച്ചാണ് കൊണ്ടുവച്ച് എഴുതണതെന്നൊക്കെ. ഇനി നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെയാണോ എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ ഇതിന് ഇവർ ട്രോൾ ചെയ്താണ് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇങ്ങനെ ഈ തുണ്ട് വെച്ച് എഴുതുന്നതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത്. ക്ലൈമാക്സിലെങ്കിൽ അത് മാറ്റായിരുന്നു. എനിക്കത് ബേസിക്കലി അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ ഒരു ഇതിനോട് തുണ്ട് ഇപ്പം ഞാൻ തുണ്ട് വെച്ച് എഴുതിയിട്ടില്ല. തുണ്ട് കാണാറുണ്ട്, പക്ഷെ വെച്ച് പരീക്ഷ എഴുതാറില്ല.